കേരളത്തിൽ 4 വർഷ ബിരുദം യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ 4 വർഷ ബിരുദം നടപ്പാക്കുന്ന 6 തരം പ്രോഗ്രാമുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ പ്രോഗ്രാം സിംഗിൾ മേജർ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ ഒരു മേജർ വിഷയം മാത്രം ആഴത്തിൽ പഠിക്കുന്നവർക്ക് സിംഗിൾ മേജർ ബിരുദം ലഭിക്കും. ഒരു വിഷയത്തിലും കേന്ദ്രീകരിക്കാതെ താല്പര്യമുള്ള പല വിഷയങ്ങളാകും മൈനർ വിഷയങ്ങളായി പഠിക്കുക. എന്നാൽ മേജറിനോടൊപ്പം മൈനർ ബിരുദം ലഭിക്കുകയില്ല. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥി ഫിസിക്സിനൊപ്പം കെമിസ്ട്രി, ഗണിതശാസ്ത്രം, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ് തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങളാണ് പഠിക്കുന്നതെങ്കിലും അവർക്ക് ഫിസിക്സ് എന്ന ബിരുദമാകും ലഭിക്കുന്നത്. രണ്ടാമത്തെ പ്രോഗ്രാം മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ്. നിലവിലുള്ള ബിരുദ പഠനത്തിന്റെ അതേ മാതൃകയിലുള്ളതാണ് ഇത്. ഒരു വിഷയത്തിൽ ആഴത്തിലുള്ള പഠനവും മറ്റ് 2 വിഷയങ്ങളിലുള്ള പഠനവുമാണ് ഈ പ്രോഗ്രാമിലുള്ളത്. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥി 3 വർഷ ബിരുദത്തിൽ ഫിസിക്സിനോടൊപ്പം കെമിസ്ട്രി, ഗണിതശാസ്ത്രം എന്നിവ കൂടി തിരഞ്ഞെടുത്ത് 3 വീതം കോഴ്സുകൾ ചെയ്താൽ അവയിൽ മൈനർ ബിരുദം കൂടി ലഭിക്കും. ഈ വിദ്യാർത്ഥി 4 വർഷ ബിരുദമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അധികമായി കമ്പ്യൂട്ടർ സയൻസിൽ 3 കോഴ്സുകൾ കൂടി ചെയ്ത് കമ്പ്യൂട്ടർ സയൻസിലെ മൈനർ ബിരുദം സ്വന്തമാക്കാം. ഫിസിക്സ് മേജർ വിത്ത് കെമിസ്ട്രി, ഗണിതശാസ്ത്രം, കമ്പ്യൂട്ടർ സയൻസ് മൈനർ എന്നായിരിക്കും ബിരുദം. മൂന്നാമത്തത് മേജർ വിത്ത് സിംഗിൾ മൈനർ. ഒരു വിഷയത്തിൽ മേജർ എടുക്കുന്നവർ അതോടൊപ്പം ഒരു വിഷയം മാത്രം മൈനറായി പഠിക്കുമ്പോൾ അവർക്ക് മേജർ വിത്ത് സിംഗിൾ മൈനർ എന്ന ബിരുദം ലഭിക്കും. ഉദാഹരണത്തിന്, ഒരാൾ ഫിസിക്സിനോടൊപ്പം കെമിസ്ട്രി മാത്രം 4 വർഷം കൊണ്ട് 8 കോഴ്സുകൾ പഠിച്ചാൽ അവർക്ക് ആ വിഷയത്തിൽ സിംഗിൾ മൈനർ ലഭിക്കും. ഈ പ്രോഗ്രാമിൽ പഠിക്കുന്നവർക്ക് മൈനർ വിഷയത്തിലും PGക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാകും. നാലാമത്തെ പ്രോഗ്രാമാണ് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ. ഒരു വിഷയത്തിൽ മേജർ പഠനം നടത്തുമ്പോൾ തൊഴിൽ സാധ്യതയുള്ള വിഷയം മൈനറായി തിരഞ്ഞെടുത്ത് പഠിക്കുന്നതാണിത്. ഉദാഹരണത്തിന്, ഫിസിക്സിനോടൊപ്പം ഡാറ്റ അനലിറ്റിക്സ് പഠിക്കുന്ന കോളേജിൽ അത്തരം കോഴ്സുകൾ ലഭ്യമല്ലെങ്കിൽ മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളുടെ നൈപുണ്യ വികസന കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ടോ ഓൺലൈനായോ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കാം. അതായത്, നമ്മൾ പഠിക്കുന്ന കോളേജുകളിൽ അത്തരം കോഴ്സുകൾ ലഭ്യമല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ടോ ഓൺലൈനായോ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കാവുന്നതാണ്. അഞ്ചാമത്തെ പ്രോഗ്രാമിൽ ഡബിൾ മേജർ പ്രോഗ്രാമാണ്. 2 പ്രധാന വിഷയങ്ങളിൽ ആഴത്തിൽ പഠിക്കുന്നതിനുള്ള അവസരമാണിത്. ഒരു വിഷയത്തിൽ മൊത്തം ക്രെഡിറ്റിന്റെ 50%വും രണ്ടാമത്തെ വിഷയത്തിൽ 40%വും ക്രെഡിറ്റും നേടണം. അങ്ങനെയെങ്കിൽ ഡബിൾ മേജർ ബിരുദം സ്വന്തമാക്കാം. മൾട്ടി ഡിസിപ്ലിനറി, ഇന്റർ ഡിസിപ്ലിനറി, ഇതാണ് 6ാമത്തെ പ്രോഗ്രാം. 3 വ്യത്യസ്ത മേജർ വിഷയങ്ങൾ ചേരുന്ന കോമ്പിനേഷനാണിത്. ഉദാഹരണം, ലൈഫ് സയൻസ്, മൈക്രോബയോളജി, ബയോടെക്നോളജി അഥവാ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ 6 തരം പ്രോഗ്രാമുകളിൽ ആദ്യം പറഞ്ഞ 3 പൊതുവെ എല്ലാ കോളേജുകളിലും ഉണ്ടാവുന്നതാണ്. എന്നാൽ അവസാനത്തെ 3 പ്രോഗ്രാമുകൾ കോളേജുകളും സർവകലാശാലകളും പ്രത്യേകമായി നടപ്പാക്കുന്നതായിരിക്കും. 4 വർഷ ബിരുദത്തിന്റെ പഠന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഫൗണ്ടേഷൻ, മേജർ ഓർ മൈനർ, ക്യാപ്സ്റ്റോൺ എന്നിങ്ങനെ 3 വിഭാഗത്തിലുള്ള കോഴ്സുകൾ അടങ്ങിയതാണ് ഇത്. ഫൗണ്ടേഷൻ, മേജർ ഓർ മൈനർ, ക്യാപ്സ്റ്റോൺ എന്നിങ്ങനെ 3 വിഭാഗത്തിലുള്ള കോഴ്സുകൾ ഉണ്ടായിരിക്കും. വിവിധ വിഷയങ്ങളിൽ അടിസ്ഥാനപരമായ അറിവ് നേടാനുള്ളവയാണ് ഫൗണ്ടേഷൻ കോഴ്സുകൾ. ഇവ ആദ്യത്തെ 2 വർഷങ്ങളിലായി പഠിക്കണം. ഭാഷ, ഭരണഘടന, ലിംഗനീതി തുടങ്ങിയ പൊതുവിജ്ഞാന വിഷയങ്ങളും നൈപുണ്യ പ്രോത്സാഹനം, കേരളത്തിന്റെ തനത് വിജ്ഞാനം കൈവരിക്കാനുതകുന്ന വിഷയങ്ങൾ എന്നിവയും അടങ്ങുന്നതാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾ അഥവാ AEC, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ SEC, വാല്യൂ അഡിഷൻ കോഴ്സുകൾ VAC,
മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ MDC എന്നിങ്ങനെ 4 പ്രധാന ബാസ്ക്കറ്റുകളായാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ നൽകുന്നത്. ഇതിൽ ഒന്നാമത്തെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾ എന്താണെന്ന് നോക്കാം. വിദ്യാർത്ഥിയുടെ ഭാഷാപരമായ നൈപുണ്യവും വിജ്ഞാനവും ഉറപ്പുവരുത്തുന്നതിന് 4 കോഴ്സുകൾ ചെയ്യണം. 2 കോഴ്സുകൾ ഇംഗ്ലീഷും 2 കോഴ്സുകൾ മറ്റ് ഭാഷാ വിഷയങ്ങളും. മറ്റുള്ള ഭാഷാ വിഷയങ്ങൾ താല്പര്യമനുസരിച്ച് തിരഞ്ഞെടുക്കാം. ഉദാഹരണം ക്രിട്ടിക്കൽ റൈറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നിവ. രണ്ടാമത്തത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളാണ്. നൈപുണി ലക്ഷ്യമിട്ടിട്ടുള്ള കോഴ്സുകളാണ് ഇതിൽ തിരഞ്ഞെടുക്കേണ്ടത്. 3 കോഴ്സ് നിർബന്ധമായും പഠിക്കണം. ഉദാഹരണം ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, എന്റർപ്രണർ സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്, ടൂറിസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവ. മൂന്നാമത്തതാണ് വാല്യൂ അഡീഷൻ കോഴ്സുകൾ. അക്കാദമിക് പാഠ്യപദ്ധതിയിൽ വ്യക്തമാക്കിയിട്ടുള്ള നിലവാരത്തിനപ്പുറം വിദ്യാർത്ഥികളുടെ നിലവാരം ഉയർത്താൻ രൂപകൽപ്പന ചെയ്ത കോഴ്സുകളാണിവ. 3 കോഴ്സുകൾ നിർബന്ധമായും പഠിക്കണം. NSS, NCC, വിദ്യാർത്ഥി യൂണിയൻ, കലാകായിക രംഗത്തുള്ളവർ ഒരു കോഴ്സ് കുറച്ചു ചെയ്താൽ മതി. ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള 3 ക്രെഡിറ്റ് അവർക്ക് ലഭിക്കും. ഉദാഹരണം ജെൻഡർ, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, ഹ്യൂമൻ റൈറ്റ്സ്, സയൻസ് ആൻഡ് സൊസൈറ്റി. നാലാമത്തത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളാണ്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ വിദ്യാർത്ഥിയുടെ ബൗദ്ധികാനുഭവം വിശാലമാക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. 3 കോഴ്സുകൾ എല്ലാവരും നിർബന്ധമായും പഠിക്കണം. മേജർ, മൈനർ വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വിഷയങ്ങളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. സിഗ്നേച്ചർ കോഴ്സുകൾ. മേജർ, മൈനർ കോഴ്സുകൾക്ക് പുറമെ സിഗ്നേച്ചർ കോഴ്സുകളും പഠിക്കാൻ അവസരമുണ്ട്. പ്രത്യേകം തിരഞ്ഞെടുത്ത കോഴ്സുകളോ നൈപുണിയോ ആയിരിക്കും ഇവ. ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെയും അക്കാദമിക് കൗൺസിലിന്റെയും മുൻകൂർ അനുമതിയോടുകൂടി അതത് കോളേജുകളിലെ ഫാക്കൽറ്റികൾ രൂപകൽപ്പന ചെയ്ത് ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണ് ഇവ. 4 വർഷ UG പഠനം പൂർത്തിയാക്കുന്നവർക്ക് 1 വർഷം കൊണ്ട് ബിരുദാനന്തര ബിരുദം നേടാൻ കഴിയും. അതോടൊപ്പം 3 വർഷ ബിരുദം നേടിയവർക്ക് 2 വർഷത്തെ ബിരുദാനന്തര ബിരുദവും ആവശ്യമായി വരും. 4 വർഷ ബിരുദ പദ്ധതിയുടെ ഭാഗമായി ഒരു വിഷയം മൈനറായി പഠിച്ചാലും ആ വിഷയത്തിൽ 2 വർഷത്തെ ബിരുദാനന്തര ബിരുദം ചെയ്യാനുള്ള അർഹത ലഭിക്കും. അതോടൊപ്പം ബിരുദതല കരിക്കുലം പരിഷ്കരണങ്ങളുടെ തുടർച്ചയായി സംസ്ഥാനത്തെ ബിരുദാനന്തര ബിരുദ കരിക്കുലവും ഉടൻ നവീകരിക്കും. ബിരുദ തലത്തിൽ തന്നെ നിലവിൽ ഗവേഷണത്തിന് പ്രാധാന്യം വരുന്നതിനാൽ ബിരുദാനന്തര ബിരുദ പഠനത്തിൽ ഗവേഷണത്തിനും പ്രായോഗിക പരിശീലനത്തിനും കൂടുതൽ ഊന്നൽ നൽകിയാവും നവീകരിക്കുക. ഇതുവഴി ബിരുദാനന്തര ബിരുദ പഠനവും പ്രാധാന്യമുള്ളതായി തുടരും. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ നേടുന്നതിനും ഉപരിപഠനം നടത്തുന്നതിനും 4 വർഷ ബിരുദം കൂടുതൽ സഹായകമാവുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം കേരളത്തെ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാനും സർക്കാർ ആഗ്രഹിക്കുന്നു. അതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ നിലവിലുള്ള ബിരുദ പഠന രീതിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. 4 വർഷ ബിരുദം പൂർത്തിയാക്കിയവർക്ക് നെറ്റ് അടക്കമുള്ള പരീക്ഷകൾ എഴുതാനും നേരിട്ട് ഗവേഷണം ചെയ്യാനും അനുമതി